ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിര സമുച്ചയത്തിന് സമീപം പ്രേരണാസ്ഥലിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഡോക്ടർ അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്ത്രീകളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കായി ആജീവനാന്ത പോരാട്ടം നടത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. അംബേദ്കർ ജയന്തി ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാന സന്ദർശിക്കും. ഹിസാർ അയോധ്യ വിമാന സർവീസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. യമുന നഗറിൽ 800 മെഗാവാട്ട് ശേഷിയുള്ള അധിക താപവൈദ്യുത നിലയത്തിന് അദ്ദേഹം തറക്കല്ലിടും. കേന്ദ്ര സഹകരണ മന്ത്രാലയം സ്ഥാപിച്ച ശേഷം രാജ്യത്തിന്റെ സഹകരണ മേഖലയിലുണ്ടായ മാറ്റങ്ങളെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സംസ്ഥാന സഹകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ധർമ്മടം നിയോജക മണ്ഡലത്തെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ എല്ലാ മേഖലയിലും വികസനം കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റോഡ് അടിസ്ഥാന സൌകര്യ നിധിയിൽ ഉൾപ്പെടുത്തി 26,40,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കണ്ണൂർ ഓലായിക്കര പാച്ചപ്പൊയ്ക്ക അറത്തിൽക്കാവ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 2 വർഷത്തിനുള്ളിൽ വടക്ക് കിഴക്കൻ മേഖലയിലും രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലും ദേശീയപാതകൾ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ 10 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 3,70,000 കോടി രൂപ ചെലവിൽ 784 ദേശീയപാത പദ്ധതികൾ നടപ്പാക്കുമെന്നും ശ്രീ ഗഡ്കരി പറഞ്ഞു. യേശുക്രിസ്തു ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. ക്രിസ്തീയ ദേവാലയങ്ങളിൽ രാവിലെ കുരുത്തോല പ്രദക്ഷിണം ഉൾപ്പെടെ ഭക്തിനിർഭരമായ ചടങ്ങുകൾ നടന്നു. ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാലാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നടപടി ജനാധിപത്യ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ എല്ലാ മേഖലയിലും മാറ്റം കൊണ്ടുവന്നതിനാലാണ് ഇന്ത്യ ലോകത്തെ മികച്ച 3ാമത്തെ രാഷ്ട്രമായി മുന്നേറുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJP 45ാം സ്ഥാപക ദിനാഘോഷ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. പ്രധാന ക്ഷേത്രങ്ങളിൽ നാളെ പുലർച്ചെ നടക്കുന്ന വിഷുക്കണി ദർശനത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. വീടുകളിൽ കണിയൊരുക്കങ്ങൾ നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ വിഷു ആശംസകൾ നേർന്നു. നാളെ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം. ശബരിമല ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ 4 മുതൽ 7 വരെയും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ 3 മുതൽ 4:30 വരെയും ഭക്തർക്ക് വിഷുക്കണി ദർശിക്കാം. അപൂർവ രോഗബാധിതരായ കുഞ്ഞുങ്ങളുടെ സമഗ്ര ആരോഗ്യ പരിപാലനത്തിനുള്ള കെയർ ചികിത്സാ പദ്ധതിയിലേക്ക് വിഷുദിനം മുതൽ കൈനീട്ടം സ്വീകരിച്ച് തുടങ്ങുമെന്ന് മന്ത്രി വീണ ജോർജ്. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് സൌജന്യ ചികിത്സ നൽകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സ്നേഹപൂർവ്വം പദ്ധതിയിലേക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാമെന്ന് മന്ത്രി R. ബിന്ദു. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ 2 പേരുമോ മരണമടഞ്ഞ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം. IPL ക്രിക്കറ്റിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 2ാം മത്സരത്തിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുംബൈ 14ാം ഓവറിൽ 3 വിക്കറ്റിന് 135 റൺസ് എന്ന നിലയിലാണ്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി വരെ തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെയും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഗാസ നഗരത്തിലെ അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിയുടെ ഒരു ഭാഗം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നു. ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നതിനാലാണ് ആശുപത്രി ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.